സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ഡിസംബർ 25 ഇന്ന് ഒരു ക്രിസ്തുമസ് ദിനമാണ്. ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് സന്ദേശം ഞാൻ പറയുന്നത്. ഈ കഴിഞ്ഞ 30 വർഷത്തെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിലൊന്നും ഒരു ക്രിസ്മസ് സന്ദേശം ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രേക്ഷകർ ഒരു പക്ഷേ ഇങ്ങനെ ചോദിക്കും, അപ്പോൾ ഫിന്നി പാസ്റ്ററും മാറി തുടങ്ങിയല്ലേ? ദയവായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് എൻ്റെ വീഡിയോയിൽ പറയുന്ന നിലപാടുകളോടുള്ള നിങ്ങളുടെ ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വമുള്ള എല്ലാ കമൻറ്റുകളും സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, ആദ്യത്തെ ക്രിസ്തുമസ് സന്ദേശം എന്താണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വർഷത്തെ ക്രിസ്തുമസ് ഒത്തിരി പ്രത്യേകതകളുള്ള ക്രിസ്തുമസാണ്. ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരെ ഇത്രയധികം എതിർപ്പുണ്ടായിട്ടുള്ള ഒരു വർഷമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ ക്രിസ്തുമസ് ആഘോഷം തകൃതിയായി നടക്കുന്ന കാഴ്ചയും കണ്ടു. അതുകൊണ്ട് എനിക്ക് തോന്നി ഈ വർഷത്തെ ക്രിസ്തുമസ് ഒത്തിരി പ്രത്യേകതകളുള്ളതാണ്. ഒരു ക്രിസ്തുമസ് സന്ദേശം പറയണം. ഈ വർഷത്തെ ക്രിസ്മസ് മാസം ആരംഭിക്കുന്നത് തന്നെ നോർത്ത് ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകളിൽ ക്രിസ്തുമസ് ആഘോഷത്തിന് വിലക്ക് വരുമെന്നും ക്രിസ്തുമസ് ആഘോഷിക്കാൻ സമ്മതിക്കയില്ല എന്നുള്ള വാർത്തകളൊക്കെ കേട്ടുകൊണ്ടായിരുന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പലയിടങ്ങളിൽ നിന്ന് കേട്ടുവെങ്കിൽ പിന്നീട് നമ്മൾ കണ്ടത് ഇന്ത്യയുടെ മാന്യനാകുന്ന പ്രധാനമന്ത്രി, നമ്മുടെ മലയാളിയായ കേന്ദ്രമന്ത്രി ജോർജ് സാറിൻ്റെ കൂടെ കേക്ക് മുറിച്ച് ക്രിസ്തുമസ് ആഘോഷിക്കുന്നതാണ്. ഹൃദയത്തിൽ ഒരു കുളിർമ ഒക്കെ തോന്നി. ക്രിസ്തുമസ് കേക്ക് മുറിച്ചത് കൊണ്ടല്ല, പണ്ടേ ഞാൻ ക്രിസ്തുമസ് ആഘോഷിക്കാത്തവനാണ്. പിന്നെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയം എന്ന് പറയുന്ന ഒരു ചടങ്ങിന് പ്രധാനമന്ത്രി പങ്കെടുത്തല്ലോ എന്നൊരു സന്തോഷം. എന്നാൽ ഇന്നലെ കേരളത്തിൽ നിന്ന് കേട്ട വാർത്തകൾ, നമ്മുടെ കേരളത്തിൽ ക്രിസ്തുമസിനെതിരെ ചില നീക്കങ്ങൾ, സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷിച്ചതിന് എതിരെ, പള്ളിയിൽ ആഘോഷിച്ചതിനെതിരെ. നോർത്ത് ഇന്ത്യയിലാണ് എതിരുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതെങ്കിലും ശരിക്കും പ്രശ്നമുണ്ടായത് കേരളത്തിലാണ് എന്ന് കേട്ടപ്പോൾ അല്പം സങ്കടം തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിറിയയിൽ ക്രിസ്തുമസ് ട്രീ കത്തിച്ച വാർത്ത കേട്ടത്. സിറിയയിൽ പ്രശ്നങ്ങളുള്ള നാടാണെന്ന് പറയാം. പിന്നെ കേട്ടത് ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് നടന്ന ഒരാക്രമണം, ചില ജീവനുകൾ നഷ്ടപ്പെട്ട, അനേകർക്ക് പരിക്കേറ്റ ഒരാക്രമണം. അതിനകത്തും സങ്കടം തോന്നി. ക്രിസ്തുമസ് ലോകം മുഴുവൻ ആക്രമിക്കപ്പെടുന്നുവല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. അതുകൊണ്ട് തന്നെ 2 വാക്കുകൾ ഈ ക്രിസ്തുമസിന് പറയണം എന്ന് ചിന്തിച്ചു. ലോകമെങ്ങും ക്രിസ്തുമസ് ആഘോഷത്തിന് എതിരെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് ക്രിസ്തുമസ് എന്ന ആഘോഷത്തോടുള്ള ശത്രുതയല്ല, ക്രൈസ്തവികം എന്ന് പറയുന്ന എല്ലാത്തിനോടുമുള്ള എതിരായതുകൊണ്ട്, അത് യേശുവിനോടുള്ള എതിരായതുകൊണ്ട് 2 വാക്കുകൾ അങ്ങനെ ആക്രമിക്കപ്പെട്ടവരോടൊക്കെയുള്ള ഒരു ഐക്യദാർഢ്യമായി പറയണമെന്ന് മനസ്സിൽ തോന്നി. ഞാൻ ആവർത്തിക്കട്ടെ, ക്രിസ്തുമസിൻ്റെ ആശയങ്ങളോട്, ക്രിസ്തുമസ് ആഘോഷിക്കുന്ന തീയതിയോട്, യേശു ജനിച്ചു എന്ന് പറഞ്ഞ് ആളുകൾ ആഘോഷിക്കുന്ന തീയതിയുടെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ പശ്ചാത്തലത്തോട് ഒക്കെ എനിക്ക് എതിരുള്ള ആളാണ്. ക്രിസ്തുമസ് ഇന്നും ഞാൻ ആഘോഷിച്ചിട്ടില്ല. മാത്രമല്ല ഇനിയും അങ്ങോട്ട് ആഘോഷിക്കാനുള്ള പ്ലാനുമില്ല. പക്ഷേ ക്രിസ്തുമസിൻ്റെ പേരിൽ ക്രൈസ്തവ സഭകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ആക്രമിക്കപ്പെടുമ്പോൾ, ക്രൈസ്തവ സമൂഹം ആക്രമിക്കപ്പെടുമ്പോൾ, അവരൊക്കെ ആക്രമിക്കപ്പെടുന്നത് ക്രിസ്മസ് ട്രീയോടോ സാന്താക്ലോസിനോടോ ഉള്ള പിണക്കുകൊണ്ടല്ല, യേശുവിനോടുള്ള എതിരുകൊണ്ടാണ് എന്ന ഒറ്റ കാരണത്താൽ അങ്ങനെ ആക്രമിക്കപ്പെട്ട എല്ലാ പ്രിയമുള്ളവരോടും ഒരു യേശുവിനെ പിൻപറ്റുന്ന വിശ്വാസി എന്ന നിലയിലുള്ള എൻ്റെ പ്രാർത്ഥന ഉറപ്പ് നൽകുകയാണ്. ഇനിയും 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ മതിയാകുകയുള്ളൂ.
ഇത്രയുമൊക്കെ ആയിട്ടും എന്താ ഫിന്നി പാസ്റ്ററെ ക്രിസ്തുമസ് ആഘോഷിക്കാത്തത് എന്നായിരിക്കാം ചോദ്യം. ഞാൻ പറഞ്ഞുവല്ലോ, യേശു ജനിച്ച തീയതിയെക്കുറിച്ച് ചരിത്രപരമായ ഉറപ്പുകൾ ഒന്നുമില്ല. രണ്ടാമത്തെ പ്രശ്നം, യേശു ഭൂതകാല നിത്യത മുതൽ അങ്ങ് ഭാവികാല നിത്യത വരെ തുടക്കവും ഒടുക്കവുമില്ലാത്തവനാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. യേശുവിൻ്റെ പൂർണ്ണ ദൈവത്വത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണ ദൈവമായ യേശു മറിയയുടെ ഉദരത്തിലൂടെ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, എല്ലാത്തിനും മുമ്പേ അവൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ യേശു ഒരു പ്രത്യേക ദിവസത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ നിസ്തുല്യതയാണ് തകർക്കപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ഒരു പ്രത്യേക ദിവസമാണ് ജനിച്ചത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അത് വലിയ തെറ്റാണ്. യേശുവിൻ്റെ നിസ്തുല്യതയാണ് അവിടെ നാം തന്നെ തകർക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, ലോകത്തിൽ ഒത്തിരി അവതാര പുരുഷന്മാർ ജന്മമെടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ ജയന്തികൾ ആളുകൾ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ ലോകത്തിൽ ജനിച്ചു വീണ ഒരു ജയന്തി ആഘോഷിക്കുന്ന അവതാര പുരുഷൻ അല്ല യേശു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു നിസ്തുല്യനാണ്. അവനെപ്പോലെ മറ്റാരുമില്ല. അവന് ആരംഭവും അവസാനവും ഇല്ല എന്ന് എബ്രായ ലേഖന കർത്താവ് മൽക്കീസേദെക്ക് എന്ന് പറയുന്ന ആ പഴയ നിയമ വ്യക്തിയുടെ ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അവന് ജീവാരംഭവും ജീവാവസാനവും ഒന്നുമില്ലാത്ത ഭൂതകാല നിത്യത മുതൽ ഭാവികാല നിത്യത മുഴുവൻ നിലനിൽക്കുന്ന ഒരേ ഒരുവൻ അവനാണ് കർത്താവായ യേശുക്രിസ്തു. അങ്ങനെ നിത്യനായവൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് അവൻ്റെ ദൈവത്വത്തെ തന്നെ അപമാനിക്കുകയാണ്, അവൻ്റെ നിസ്തുല്യതയെ നാം തന്നെ തകർക്കുകയാണെന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നത് പ്രിയമുള്ളവരെ തെറ്റാണോ? അതുകൊണ്ടാണ് യേശുവിൻ്റെ ജന്മദിനം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസം എടുത്ത് ആഘോഷിക്കുവാൻ ഞാൻ തയ്യാറാകാത്തത്. യാദൃച്ഛികമാകാം. ഇന്നലെ വൈകിട്ടും മിനിഞ്ഞാന്നുമൊക്കെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PS ശാമുവേൽ റായ്പൂരിൻ്റെ ആത്മകഥയാണ്. അദ്ദേഹം ഒരു ക്രിസ്തുമസ് അനുഭവം എഴുതിയത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. റായ്പൂരിലെ ദ ചർച്ച് ഓഫ് ഗോഡ്, ഇന്ന് റായ്പൂർ സിറ്റിയിലെ ഏറ്റവും വലിയ പെന്തക്കോസ് സഭകളിലൊന്നാണ്. 3000-ഓളം ആളുകൾ അവിടെ ആരാധിക്കുന്നു എന്നാണ് എൻ്റെ അറിവ്. ആ ചർച്ച് സ്ഥാപിച്ച പാസ്റ്റർ PS ശാമുവേൽ, ഒന്നുകൂടെ പറഞ്ഞാൽ കേരളത്തിലെ കേൾവികേട്ട പ്രവാചകനായിരുന്ന വാര്യാപുരം യോനാച്ചാൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയ 1-2 പാരഗ്രാഫുകൾ. ക്രിസ്തുവിൽ ഒരു സമർപ്പിത ജീവിതം, പാസ്റ്റർ PS ശാമുവേൽ റായ്പൂർ. ആ പുസ്തകത്തിൻ്റെ 78-ാമത്തെ പേജിൽ നിന്നാണ് വായിക്കുന്നത്. ഡിസംബർ 24 വൈകിട്ട് ക്രിസ്തുമസ് കൊണ്ടാടുവാനുള്ള ഒരുക്കങ്ങളോട് കൂടെ ആളുകൾ വന്നിരുന്നു. വിശ്വാസികളായ നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ശരിയല്ല. ക്രിസ്തുമസ് അന്യജാതി ആചാരമാകുന്നുവെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർ സമ്മതിക്കാതെ അവരെല്ലാവരും ജോൺ കനയ്യായുടെ വീട്ടിൽ പോയി ക്രിസ്തുമസ് ആഘോഷിച്ചു. അവരിൽ പ്രമുഖരായവർ റായ്പൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ രൂപൻ റവാണി, മുനിസിപ്പൽ സ്കൂൾ ഇൻസ്പെക്ടർ ആബേൽ യോന, ഡിസ്ട്രിക്ട് സ്കൂൾ ഇൻസ്പെക്ടർസ് മിസ് VP ടൈറ്റസ്, കളക്ടറേറ്റ് അസിസ്റ്റൻ്റ് സൂപ്രണ്ടായിരുന്ന മിസ്റ്റർ KB ദേവ്, ഇങ്ങനെ അനേകരുണ്ടായിരുന്നു. ഇങ്ങനെ ആകാശത്തു നിന്ന് തീ ഇറങ്ങിയതായി കണ്ടവർ, അതായത് ഇതിൻ്റെ തലേ പേജുകളിലൊന്നിൽ ആകാശത്തുനിന്ന് റായ്പൂരിലെ പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് ഷേക്കേന ഇറങ്ങിയ ഒരു അനുഭവം പറയുന്നുണ്ട്. അതിൻ്റെ റെഫറൻസാണ്. ഇങ്ങനെ ആകാശത്തു നിന്നും തീ ഇറങ്ങിയതായി കണ്ടവർ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികൾ യേശുവിൻ്റെ നാമത്തിൽ കണ്ടവർ, ദൈവകൃപ അനുഭവിച്ചവർ എല്ലാവരും വിട്ടുപോയി. ഞാൻ തനിയെ ശിക്ഷിച്ചു.
അന്ന് രാത്രി ധരിച്ചിരുന്ന വസ്ത്രത്തോടുകൂടെ അടുത്തുള്ള മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നു. നോക്കണം, പാസ്റ്റർ പി എസ് ശാമുവേലിന് അന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ പോകാതെ, തനിക്ക് പാർക്കുവാനുള്ള സ്ഥലത്തെത്തുവാൻ കഴിയാതെ താൻ രാത്രി ഒരു മരച്ചുവട്ടിൽ കിടന്നു. അതിഭയങ്കരമായ തണുപ്പ്. ആ കിടപ്പിൽ ഒരു സ്വപ്നം കണ്ടു. അടുത്ത ഒരു സ്ഥലത്ത് നല്ല ഒരു കെട്ടിടം, മാംഗ്ലൂർ ടൈൽസ് ഇട്ട മേൽക്കൂര. ആ സ്ഥലത്താണ് മാംഗ്ലൂർ ടൈൽസ് മേൽക്കൂരയുമായി ദ ചർച്ച് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന റായ്പൂരിലെ ഇന്നത്തെ സഭാ ഹാൾ. കഴിഞ്ഞ മാസം ഞാൻ റായ്പൂരിൽ പോയപ്പോൾ ആ ചർച്ച് പോയി കണ്ടിരുന്നു, കുറേ ചിത്രങ്ങളും എടുത്തു. അടുത്ത ദിവസം കിട്ടിയ അറിവ്, ക്രിസ്തുമസ് കൊണ്ടാടിയവർക്ക് കഠിനമായ വയറിളക്കം പിടിപെട്ടു. പ്രാർത്ഥിക്കാൻ വരണമെന്ന്, അതായത് അവരാവശ്യപ്പെട്ടു പ്രാർത്ഥിക്കാൻ വരണമെന്ന്. പ്രാർത്ഥന വേണ്ടവരെല്ലാം എൻ്റെ അടുത്തേക്ക് വരുവാൻ അറിയിച്ചു. എല്ലാവരും വന്ന് തെറ്റ് സമ്മതിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് സൗഖ്യം നൽകി. ഇനി ഒരിക്കലും ക്രിസ്തുമസ് കൊണ്ടാടുകയില്ലെന്ന് തീരുമാനിച്ചു. മിസ്റ്റർ കെ ബി ദേവിൻ്റെ മൂത്ത സഹോദരൻ വന്ന് പറഞ്ഞു, കെ ബി ദേവ് മരണത്തോളമായി, വന്ന് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ആദ്യം എതിര് പറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ പോയി. അയാൾ തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് വിടുതൽ കൊടുത്തു. അങ്ങനെ അന്നു മുതൽ റായ്പൂരിലെ വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചിട്ടില്ല. അതായത് 1950 ഡിസംബർ മാസം 24 സംഭവമാണിത്. പ്രിയമുള്ളവരെ, ഇന്നലെ വൈകിട്ട് ഇത് വായിച്ചത് യാദൃച്ഛികമാണോ എനിക്കറിയില്ല. എന്തായാലും ഒരു ക്രിസ്മസ് കാലത്ത് ഇത് വായിച്ചപ്പോൾ എൻ്റെ അകത്ത് വന്ന ചിന്ത, പഴയ പിതാക്കന്മാർ എങ്ങനെയായിരുന്നു, അവരിലൂടെ കർത്താവ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്, ഇതൊക്കെ മറന്നുപോയ ഒരു പുതിയ തലമുറ വന്നിരിക്കുന്നു. വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ മിസ്രൈമിലെ അത്ഭുതങ്ങളും മരുഭൂമിയിൽ നടത്തിയ വിധങ്ങളും ഒന്നും അറിയാത്ത ഒരു പുതിയ ജനറേഷൻ വന്നിരിക്കുന്നു. ആ പുതിയ തലമുറയ്ക്കറിയത്തില്ല, അവർക്ക് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. നമ്മുടെയും ഒരു സാഹചര്യം ഇങ്ങനെ തന്നെയാണ്. ഒരു പുതിയ തലമുറ വന്നിരിക്കുന്നു, അവർക്കറിയില്ല എന്താണ് ഉപദേശം. എൻ്റെ മകൾ ഈ റെക്കോർഡിങ്ങിന് ചില മണിക്കൂറുകൾക്ക് മുമ്പ് എന്നോട് വന്ന് ചില സംശയങ്ങൾ ചോദിച്ചു. അവൾ ചോദിച്ചത് ക്രിസ്മസിനെ കുറിച്ചാണ്. ഞാൻ ഈ ഭാഗം അവളെ വായിച്ചു കേൾപ്പിച്ചു. എന്നിട്ട് എന്തുകൊണ്ട് നാം ക്രിസ്തുമസ് ആഘോഷിക്കുകയില്ല എന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി. അവൾ ചോദിച്ചു, സുവിശേഷീകരണത്തിന് ഇത് നല്ല സാധ്യതയുള്ള ഒരു സമയമാണെന്നല്ലേ ആളുകൾ പറയുന്നത്, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞു, മോളെ, സുവിശേഷീകരണത്തിന് സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ നാം ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നാം അവതരിപ്പിക്കുന്ന സാന്താക്ലോസിനെ ആളുകളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ സുവിശേഷം അല്ല അവിടെ എത്തുന്നത്, യേശുവിനെ അല്ല ജനം പരിചയപ്പെടുന്നത്, മറിച്ച് സാന്താക്ലോസ് എന്ന് പറയുന്ന താടിക്കാരൻ കൊടവയറനെയാണ് എന്ന് നാം മനസ്സിലാക്കണം. അവിടെ സുവിശേഷം എത്തുന്നില്ല. എന്നാൽ സുവിശേഷീകരണത്തിന് ഏറ്റവും വലിയ മാധ്യമമായി മാറുന്നത് ഞാൻ ക്രിസ്തുമസ് ആഘോഷിക്കാതിരിക്കുമ്പോഴാണ്. ഇന്ന് ഞാൻ രാവിലെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ വാച്ച്മാനുമായി കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, സാബ്, ക്രിസ്തുമസിന് പ്രോഗ്രാം ഒന്നുമില്ലേ? എനിക്ക് നല്ല ഒരു അവസരം എൻ്റെ യേശുവിനെക്കുറിച്ച് ആ മനുഷ്യനുമായി പങ്കുവെക്കുവാൻ. ശ്രദ്ധിക്കണമേ, യേശു നിസ്തുല്യനാണ്. മറ്റ് അവതാരങ്ങളുടെ ജയന്തി ആഘോഷിക്കുന്നത് പോലെ ജീവാരംഭവും ജീവാവസാനവും ഒക്കെ ആഘോഷിക്കുന്ന ഒരുവനല്ല യേശുവെന്നും അവന് ആരംഭവും അവസാനവും ഇല്ല എന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുവാൻ, സത്യസുവിശേഷം പറഞ്ഞു കൊടുക്കുവാൻ കാരണമായി തീർന്നത് ഞാൻ ക്രിസ്തുമസ് ആഘോഷിക്കുന്നില്ല എന്ന ഒറ്റ കാരണമാണ്. പറയാൻ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. ഒത്തിരി പേർ ക്രിസ്തുമസ് സന്ദേശങ്ങൾ, വിഷസ് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ മൊബൈലിൽ മുഴുവൻ അങ്ങനെയുള്ള സന്ദേശങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരോടെല്ലാവരോടും പറയട്ടെ, എൻ്റെ മോളോട് ഞാൻ ഇന്ന് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, ഞാൻ അവളോട് പറഞ്ഞു, കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നിൻ്റെ തലമുറയിൽ ഒരുപക്ഷെ ആഭരണമിടാത്ത, ഒരുപക്ഷെ ക്രിസ്തുമസ് ആഘോഷിക്കാത്ത ഏക പെന്തക്കോസ്തുകാരി നീ മാത്രമായിരിക്കും. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള
കാര്യമാണ്. എല്ലാവരും ക്രിസ്തുമസ് സന്ദേശങ്ങൾ അയക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഒന്ന് അയച്ചുകൂടാ എന്ന പ്രലോഭനം എനിക്കുണ്ടാകുന്നത് പോലെ നിനക്കുമുണ്ടാകും. പക്ഷേ നാളെയുടെ നാളുകളിൽ നിൻ്റെ കാലത്ത് ഒറ്റയ്ക്കാണെങ്കിലും നിൻ്റെ മാതാപിതാക്കൾ നടന്ന വിശ്വാസത്തിൽ നീ നടക്കണം എന്ന് ഒരു കുഞ്ഞ് ഉപദേശം നിറകണ്ണുകളോട് ഗദ്ഗദത്തോട് എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു കൊടുത്തു. അതുമാത്രമാണ് എനിക്ക് ആസാദിയുടെ പ്രേക്ഷകരോട് പറഞ്ഞു തരുവാനുള്ളത്. ലോകത്തിൻ്റെ കൂടെ ഓടുക എളുപ്പമുള്ള കാര്യമാണ്. ഒരു കോംപ്രമൈസ് ചെയ്ത ക്രിസ്തീയ ജീവിതം നയിക്കുക എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി ഒറ്റയ്ക്കാണെങ്കിലും നിൽക്കുക അതല്പം കഠിനമാണ്. നാളെയുടെ നാളുകളിൽ നിങ്ങളും അടുത്ത തലമുറകളിലെ ചില യൗവനക്കാരും അങ്ങനെ ഒരു ന്യൂനപക്ഷം, ഒരു ശേഷിപ്പ് ദൈവവചനത്തിനു വേണ്ടി നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ദൈവമായി അംഗീകരിക്കാത്തവർ അങ്ങനെ ഒത്തിരി പേർ ഇപ്പോൾ ഉണ്ട് കേട്ടോ. യഹോവ സാക്ഷികൾ അവർ യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ല. അതുപോലെ കുറേ പുതിയ പഠിപ്പീരുകാർ വന്നിരിക്കുന്നു. യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവർ, യേശു കേവലം ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യൻ മാത്രമാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ. അവർക്കൊക്കെ ക്രിസ്തുമസ് ആഘോഷിക്കാം. പക്ഷേ അവരുടെ ക്രിസ്തുവല്ല എൻ്റെ ക്രിസ്തു. എൻ്റെ ക്രിസ്തു ഭൂതകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെ എന്നും ഉള്ളവൻ, ജീവാരംഭവും ജീവാവസാനമില്ലാത്ത മൽക്കീസേദെക്കിനെ പോലെ ഉള്ള ഒരുവൻ. അവൻ്റെ ജനന തീയതി വെച്ച് ഹാപ്പി ബർത്ത്ഡേ പറവാൻ യേശുവിനെ ദൈവമായി വിശ്വസിക്കുന്ന എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.